നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുക. കേരളത്തിൽ 30 ദിവസത്തിന് ഉള്ളിൽ രൂപീകൃതമായ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ 52ലധികം സംഘടനകളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ദളിത് പക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതാക്കളും പ്രവർത്തകരില്ല നേതാക്കൾ മാത്രമാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി നിതിൻ രാജിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും പൊതുവിൽ പ്രസംഗിക്കുകയും പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. സംഭവത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. നമ്മുടെ ആവശ്യം നിതിൻ രാജിന്റെ ഘാതകരായ കോളേജ് അധ്യാപകർ, HOD, പ്രിൻസിപ്പൽ, 3 ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്യണം. അവരാണ് നിതിൻ രാജിന്റെ മരണത്തിനോ കൊലപാതകത്തിനോ ഇടയാക്കിയ സംഭവത്തിൽ ഉത്തരവാദികൾ. അതാണ് നമ്മുടെ ഈ സമരമുഖത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട സന്ദേശമതായിരുന്നു, അല്ലെങ്കിൽ മുദ്രാവാക്യമതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരവധിയായ സമരങ്ങൾ നടന്നു. കണ്ണൂരിൽ അതിലുപരിയായ സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ നമ്മൾ തീർന്നു. പക്ഷേ നിതിൻ രാജിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്തില്ല. അതിനൊടുവിലാണ് ഒരു സമരമാർഗം എന്നുള്ള നിലയിൽ കേരളം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഹർത്താലിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഹർത്താല് പല ആളുകൾക്കും അലോസരമുണ്ടായി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹർത്താൽ നടന്നത് എന്നാണ് ഞാൻ ചാനൽ വെച്ചപ്പോൾ മനസ്സിലാക്കിയത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഹർത്താൽ നടന്നപ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പറയുന്നത്. ഹർത്താലുകളെ കാണുകയും അതിൽ പങ്കെടുക്കുകയും ആ സമരമുഖങ്ങൾ വായിക്കുകയും ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ആദ്യത്തെ ഹർത്താൽ അല്ലായിരുന്നു 28-ാം തീയതി നടന്നത്. ഇതിന് മുമ്പ് നടന്നുള്ള ഹർത്താലുകളിൽ ഏറ്റവും സമാധാനപരമായ ഹർത്താൽ, അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ആ ഹർത്താലിൽ നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പടച്ചുവിട്ട നുണപ്രചരണങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ KK രമയുടെ ഒരു വാട്സപ്പ് ഫേസ്ബുക്ക് കുറിപ്പുണ്ടായി. ആ കുറിപ്പ് ഞാൻ കടമെടുത്ത് പറഞ്ഞാൽ പുലിവേയത്ത് അർത്ഥം